ഹായ്, ഞാൻ ലത. എൻ്റെ ബിൽഡിങ്ങിലെ ഗണപതിയാണത്. ഇന്ന് അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നുള്ള മൂർത്തിയാണ്, മീൻസ് പെർമനൻ്റ് ആണ്. ഇപ്പോൾ മഴ ദിവസമായതുകൊണ്ട് അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ മഴ ഭയങ്കര മഴയാണ്. ഇന്നിപ്പോൾ 3-ാം ദിവസത്തെ ഗണപതിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മഴയാണെങ്കിലും എന്തായാലും വിടില്ല, ഞങ്ങളെ ഗണപതി കാണിച്ചു തരാം. റോട്ടിൽ നോക്കും മഴ പെയ്യുന്നുണ്ട്, നല്ല മഴയുണ്ട്, കുഴപ്പമില്ല. നമ്മൾ മുള്ളുണ്ടിലെ രാജേനെയാണ് ആദ്യം കാണുന്നത്. മുള്ളുണ്ടിലെ രാജ നല്ല ഭംഗിയുണ്ട്. ആ ഇരിക്കുന്ന ഇരിപ്പും കണ്ടില്ലേ. ചെറിയ ഗണപതി എപ്പോഴും ഉണ്ട് ആരാധിക്കണത്, പൂജിക്കുന്നത്. എല്ലാവരും വന്ന് പൂജിക്കും. മറ്റത് അവിടെ അകലെയാണ് വെച്ചിട്ടുള്ളത്. മറ്റെല്ലായിടത്തും എല്ലാവരും മുകളിൽ കയറിയിട്ട് തരും. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യണില്ല. അതൊക്കെ വലിയ വലിയ ഗണപതിക്കൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്യണില്ല. ഗണപതി നല്ല ഭംഗിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ ഗണപതി എന്താണ്, ഗജാനൻ ഗണപതിയാണ്. ഗജാനൻ ഗണപതി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, കായ്യമ്മ തൂക്കിയിട്ടുണ്ട്. ഗജാനൻ മുള്ളുണിച്ച ഗജാനൻ, മുള്ളുണ്ടിലെ ഗജാനൻ എന്ന് എഴുതിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളതാണ്. ഓരോ മൂർത്തിയും ഓരോ ടൈപ്പാണ്. എന്നാലും നമ്മൾ അത്രയധികം ആകർഷിക്കണമെന്നുള്ളതാണ്. ഇതതിലും ഭംഗിയുണ്ട്. ഓരോന്നിലും ഭംഗിയുണ്ടെന്ന് കാണുമ്പോൾ നമുക്കങ്ങനെ കൂടുതൽ തോന്നും. രണ്ടും നല്ല ഭംഗിയുള്ള മൂർത്തികളായിട്ട്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ഗലിയാണ്, മീൻസ് വഴിയാണ്, ചെറിയ വഴിയിലാണ് ഉള്ളത് ഗണപതി. നമുക്ക് പക്ഷെ എത്ര വലിയ ഗണപതി അറിയും, മൊബൈലിൽ തന്നെ ഉൾക്കൊള്ളാൻ പാടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അത്ര അധികം നിൽക്കാൻ പറ്റില്ല, വഴി അധികം ചെറിയതായതുകൊണ്ട്. എന്നാലൊരു വിധം ഒപ്പിച്ചെടുത്തു ഞാൻ. മൊബൈലിൽ എന്ന് പറയാം, മൊബൈലിലാണ് എടുക്കണേ. അപ്പോൾ അങ്ങനെ തന്നെ പറ്റുള്ളൂ എന്നുള്ളതാണ്. എങ്കിലും എല്ലാ കയ്യും അതൊക്കെ കാണിച്ചും കൊണ്ട് എടുത്ത് പൂജിക്കണ ചെറിയ മൂർത്തി ഭംഗിയുള്ള തന്നെ അല്ലേ. ഇത് അർജുനൻ ബൃഹനളയായിട്ടുള്ള വേഷത്തിലാണ് ഇവിടെ കഴിഞ്ഞ. അർജുനന് പാശുപതാസ്ത്രം ഗുഹയിലെ തപസ് ചെയ്തിട്ട് നേടിയില്ലേ, ശിവൻ്റെന്നും ഇന്ദ്രൻ്റെന്നും. ആ പാശുപതാസ്ത്രം കൈ പിടിച്ചും കൊണ്ടുള്ള ഗണപതി എന്നുള്ളതാണ് സങ്കല്പം. അതിന് പൂജിക്കുന്ന ഗണപതിക്ക് എന്ത് ഭംഗിയാണ്. അതാ ഇതിപ്പോൾ അവിടെ ഒരു ഗുഹയിൽ താമസിക്കുമ്പോൾ പാഞ്ചാലിയും മറ്റ് സഹോദരന്മാരും ഒക്കെ കൂടിയിട്ടുള്ളതാണ്. ഒരു ഷോ മാതിരി രാത്രി ഉണ്ട്. അപ്പോൾ ഭീമനാണ് കഥ പിടിച്ച് ഉണ്ടാവുക. ഇതിപ്പോൾ വേറെ ഗണപതിയാണ്. ഈ ഗണപതിയുടെ മൂർത്തി കണ്ടു നോക്കും, എന്തൊരു ഭംഗിയാണ്. ചെറിയ കുട്ടി, നല്ല അട്രാക്ഷനുള്ള ഗണപതി, കണ്ട് നിന്ന് പോയി എന്നുള്ളതാണ്. കിരീടവും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ 3-ാം ദിവസത്തെ ഗണപതി എന്ന് പറയാൻ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നാളെ കാണാം, 4-ാം ദിവസത്തെ കാണിക്കാം. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഒരു ഗണപതിയും കൂടിയും കാണിച്ചിട്ട് കാണാം. അപ്പോൾ നമുക്കെല്ലാവർക്കും നാളെ കാണാം. ഗണപതി ബപ്പ മോറിയ.